ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അതെ, ഇന്ന് എൻ്റെ തമ്പുരുമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള തിരക്കിലാണേ. ഹലോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയാലോ? അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. തൊഴുത്തൊക്കെ വരട്ടെ നമുക്ക്. ചെരുപ്പൂരി വേഗം. അപ്പം ഞാൻ എൻ്റെ തമ്പുരുവിനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിലാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീരാമനാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തെ ശ്രീരാമക്ഷേത്രത്തിൽ തൊഴുന്നത് നല്ലതാണല്ലോ. അങ്ങനെ തമ്പുരാൻ പുഷ്പാഞ്ജലിയുടെ ചീട്ടൊക്കെ വെച്ച് ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു, കൊച്ചിനെ കൊണ്ട് തിരിച്ചു പോരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പ്രസാദം ഉണ്ട് ഈ കാണുന്നത്. പ്രസാദം കഴിക്കാൻ വേണ്ടി ധൃതി പിടിച്ചുള്ള നടപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ പുറത്തെത്തിയപ്പോൾ പ്രസാദം കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കൊരു ഇത്തിരി തന്നു. അങ്ങനെ ഞാൻ എനിക്കും തരുന്നതാട്ടോ ഈ കാണുന്നത്. പുള്ളിക്കാരിക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല, അപ്പം അതും എനിക്ക് തന്നു. അപ്പോൾ അതെ കേക്കും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ തമ്പുരുവിൻ്റെ ഗിഫ്റ്റും കയ്യിലെ കേക്കൊക്കെ ഇട്ട് ഞാൻ വീട്ടിലേക്ക് പോവാം കേട്ടോ. തമ്പുരു എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളുടെ മോളാണ്. അപ്പം ഞങ്ങളത് അവിടെ എത്തി കേട്ടോ. അപ്പോൾ അതേ എൽസിയുടെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എൽസിയുടെ കേക്കൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരുന്നത്. പ്രത്യേകിച്ച് ആരും ഇല്ല കേട്ടോ ഇവിടെ. തമ്പുരുവിന്റെ കൂട്ടുകാർ ആറാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാട്ട് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ദേവു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ തമ്പുരു കേക്കൊക്കെ മുറിച്ച് പാവോട്ട് ആദ്യം കിട്ടിയില്ല കേട്ടോ തമ്പുരിന്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും കേക്ക് കൊടുക്കുന്ന ടൈമായിരുന്നു കേട്ടോ ഇത്. എല്ലാവരുടെയും വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ അവസാനം കൊണ്ടുവന്ന് വെച്ചത് എൻ്റെ മോളുടെ കയ്യിലാണ് കേട്ടോ. വീഡിയോഗ്രാഫറിൻ്റെ കയ്യിലാണ് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കഴിച്ചു ഞങ്ങളങ്ങനെ. നല്ല കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഗിഫ്റ്റിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ ഗിഫ്റ്റ് എന്നോട് പറഞ്ഞാൽ കുറേ ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു. കുറേ ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റണത്രയും ഗിഫ്റ്റൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ വന്നട്ടാ. അപ്പോൾ ഇത് മേടിക്കുന്ന വ്ളോഗാണ് നേരത്തെ ഇട്ടേച്ചത്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇത് ആതിരെ അമ്മ കൂടി കൊടുത്ത ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. കൊച്ചു നന്നായിട്ട് വരക്കും. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ കൊടുത്തത്. ഇതിപ്പോൾ ഇതെന്തോ ഒരു കാർട്ടൂണിലെ ഇതാണ് കേട്ടോ, ടോയാണ് കൊടുത്തത്. പിന്നെ മാജിക് സ്ലേറ്റ്, പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ക്രാഫ്റ്റ്, പിന്നെ ഒരു പിയാനോ. അതാണ് കേട്ടോ കൊച്ചിന് ഗിഫ്റ്റായിട്ട്. ഗിഫ്റ്റെന്ന് പറയാൻ വേണ്ടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഞങ്ങളുടെ ഫുഡെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചു. ഇത് അവസാനം ഒരു ഗ്ലാസ് പായസവും കുടിച്ച് ഞാൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ.